ഉന്നാവ് പീഡന കേസിലെ അതിജീവിത വീണ്ടും നീതിക്കായി തെരുവിലിറങ്ങേണ്ടി വരുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് രാജ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതിയായ മുൻ BJP MLA കുൽദീപ് സിംഗ് സെങ്കാറിന് ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചത് രാജ്യം വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ഉന്നാവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച കേസിലായിരുന്നു സെങ്കാർ ശിക്ഷിക്കപ്പെട്ടത്. എന്നാൽ MLA ഒരു പൊതുസേവകനല്ല എന്ന വിചിത്രമായ വാദമുയർത്തിയാണ് കോടതി ഇപ്പോൾ ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നത്. ഈ വിധിയിൽ രാജ്യത്തെ നിയമ വിദഗ്ധർ പോലും ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഒരു MLA എന്നുള്ള നിലയിൽ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കേണ്ടവരാണ് ഓരോ ഭരണാധികാരിയും. അങ്ങനെയുള്ളവർ ഇത്ര ക്രൂരമായി പെരുമാറുമ്പോൾ, അതും കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയിലെ തന്നെ മുൻ MLA ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ രാജ്യമാകെ ഉയർത്തുന്നത്. ഇപ്പോഴിതാ ഡൽഹി ഹൈക്കോടതിയുടെ വിചിത്ര നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് CBI. ഡൽഹി കോടതിയുടെ ഈ നടപടിക്കെതിരെ CBI ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് അപ്പീലിൽ CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതി വിധി യുക്തിഹീനവും നിയമവിരുദ്ധവുമാണെന്നാണ് CBIയുടെ പ്രധാന വാദം. കുൽദീപ് സിംഗ് സെൻഗാറിന് ജാമ്യത്തിൽ വിട്ടയക്കുകയും അപ്പീൽ പരിഗണിക്കാനിരിക്കെ ശിക്ഷ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ CBI ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒപ്പം ഈ വിധി അതിജീവിതയുടെയും കുടുംബത്തിന്റെയും ക്ഷേമവും സുരക്ഷയും അപകടത്തിലാക്കുമെന്നും CBI കൂട്ടിച്ചേർത്തു. സത്യം പറഞ്ഞാൽ ഉന്നാവ് കേസിലെ അതിജീവിതയുടെ പോരാട്ടം ഏറെ വേദന ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിപ്പോൾ ഉന്നാവ് കേസിലെ മാത്രമല്ല, രാജ്യത്തെ ഏത് പീഡന കേസെടുത്താലും അതിജീവിതകൾക്ക് യാതൊരു നീതിയും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലഭിക്കാറില്ല. ഉന്നാവ് കേസിൽ പരാതിയുമായി മുന്നോട്ട് പോയതിന്റെ പേരിൽ ആ പെൺകുട്ടിക്ക് തന്റെ അച്ഛനെ വരെ നഷ്ടപ്പെട്ടു. പോലീസ് കസ്റ്റഡിയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. പിന്നീട് നടന്ന ദുരൂഹമായ വാഹനാപകടത്തിൽ അവളുടെ 2 അമ്മായിമാരും അഭിഭാഷകനും കൊല്ലപ്പെട്ടു. മരണത്തെ മുഖാമുഖം കണ്ടാണ് ആ പെൺകുട്ടി ഇത്രയും കാലം നീതിക്കായി പൊരുതിയത്. എന്നാൽ ഇത്രയേറെ ക്രൂരതകൾ ചെയ്തിട്ടും അതിജീവിതയുടെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ആ പ്രതിക്ക് ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഇളവ് അതിജീവിതയെ ആകെ തളർത്തിയിരിക്കുകയാണ്. വിധി പുറത്തു വന്നതിന് പിന്നാലെ ഡൽഹിയിലെ തെരുവുകളിൽ ആ പെൺകുട്ടിയും അമ്മയും പ്രതിഷേധവുമായി ഇറങ്ങി. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം അങ്ങേയറ്റം പ്രതിഷേധാർഹമായിരുന്നു. നീതിക്കായി നിലവിളിച്ച പെൺകുട്ടിയെയും അമ്മയെയും പോലീസ് തെരുവിലൂടെ വലിച്ചിഴച്ചാണ് കൊണ്ടുപോയത്. കുറ്റവാളിയെ സംരക്ഷിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ തങ്ങളെ വേട്ടയാടുകയാണെന്ന് ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു. തന്റെ സങ്കടം ബോധിപ്പിക്കാൻ പ്രധാനമന്ത്രിയെ കാണാൻ പലതവണ അനുമതി തേടിയെങ്കിലും തന്നെ ആരും കേൾക്കാൻ തയ്യാറായില്ലെന്ന് അതിജീവിത ആരോപിക്കുന്നു. ഒടുവിൽ അതിജീവിതയ്ക്ക് ആകെ പ്രതീക്ഷയുണ്ടായത് കോൺഗ്രസിൽ മാത്രമായിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കണ്ട് തന്റെ വേദനകൾ അവൾ പങ്കുവച്ചു. നീതിക്കായുള്ള പോരാട്ടത്തിൽ തങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് അവർ ഉറപ്പു നൽകിയതായും അതിജീവിത പറഞ്ഞു. രാജ്യത്തെ എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടി താൻ പോരാട്ടം തുടരുമെന്നും സുപ്രീം കോടതിയിൽ തനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ടെന്നും അവൾ കൂട്ടിച്ചേർത്തു. സത്യം പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ സ്ത്രീ സുരക്ഷയിൽ വൻ പരാജയം തന്നെയാണെന്ന് പറയേണ്ടി വരും. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, സ്വന്തം പാർട്ടിയിലെ ആളുകളെ സംരക്ഷിക്കാൻ നാട്ടിലെ സ്ത്രീകളെ കുരുതി കൊടുക്കുന്ന സർക്കാർ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരണത്തിൽ വരണമെന്നാണ് ഇപ്പോൾ രാജ്യം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്. അതിജീവിതകൾക്ക് നീതി ലഭ്യമാക്കുന്ന, കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ നൽകുന്ന ഒരു ഭരണം രാജ്യത്ത് ഉണ്ടായേ തീരൂ.